മമ്മൂക്ക അഭിനയത്തിൽ ആളുകളെ വിസ്മയിപ്പിക്കുക, എന്നെ വിഭ്രമിപ്പിച്ചു എന്നാണ് ഞാൻ അതിന് പറയുന്ന ഭാഷ. സ്കൂളുകളിൽ സിനിമ കാണിക്കണം, ഈ സിനിമ കാണിക്കണം, എഡ്യൂക്കേറ്റ് ചെയ്യണം. ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാണ്ട് സത്യാന്തികട് സാറിൻ്റെ പടത്തുനിന്ന് കോസ്റ്റ്യൂം അഴിച്ച് വെച്ച് ഇറങ്ങി പോകുന്ന ഓർമ്മയുണ്ടോ? മലയാളികൾക്ക് ഇന്ന് തീരെ അപരിചിതരല്ലാത്ത രണ്ടുപേരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. കാതൽ എന്ന സിനിമയിലെ തങ്കനായി അഭിനയിച്ച സുധി കോഴിക്കോടും മമ്മൂട്ടിയുടെ അച്ഛൻ റോളിൽ തിളങ്ങിയ നമ്മുടെ RS പണിക്കർ സാറും. നമസ്കാരം. നമസ്കാരം. സിനിമ വളരെ വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീൽ? അല്ലാതെ പറയാൻ ഏറ്റവും യോഗ്യൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് പൊട്ടൽ ലോട്ടറി അടിച്ചിട്ട് ഒരുപാട് തവണ. ഇപ്പം ഞാൻ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞു, എക്സൈറ്റ്മെൻറ്റ് ലിമിറ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ ഇപ്പോൾ കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇത് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര റിവ്യൂ വരുന്നു, അതുപോലെ തന്നെ ദേശീയ തലത്തിലെ മീഡിയാസ് റിവ്യൂ വരുന്നു. അപ്പം അത് ഭയങ്കര എക്സൈറ്റിംഗ്. അത് തമിഴിലെന്ന് പറഞ്ഞാൽ ജ്യോതിക അഭിനയിച്ച അതും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും തീർച്ചയായും. അതുണ്ടാവും. അതായത് ജീവിതത്തിൽ ഇന്ന് വരെ സിനിമ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഈ സിനിമ കാണാൻ പോയി, കാണാൻ പോകുന്നു, കണ്ടു ഇത് കണ്ടു എന്ന് മാത്രമല്ല, അവർ എന്നെ വിളിച്ച് അതിൻ്റെ അപ്രീസിയേഷൻ പറയുക. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കുന്നത് സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അവരത് വളരെയധികം ഏറ്റെടുത്തെടുക്കും. സാറ് വരുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് വന്നൊരു കോള് തലശ്ശേരിയിൽ നിന്ന്. ഞാനും എൻ്റെ ഭാര്യയും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും കൂടിയാണ് പോയി കണ്ടത്. അപ്പം മകൻ ചോദിച്ചു പോലും ഇതെന്താണ്. മകന് പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതായത് എനിക്ക് ഭയങ്കര പോസിറ്റീവായി തോന്നി. ആ 7ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അവൻ സൊസൈറ്റിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് തുടങ്ങുന്നു എന്നുള്ള ഒരു സ്റ്റേജ്, വളർച്ചയിലേക്ക് എത്തുന്ന അവൻ എഡ്യൂക്കേറ്റ് ചെയ്യാൻ അവർ തയ്യാറാവുന്നു. അത് വലിയൊരു കാര്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ഇതുവരെ സിനിമയൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒരാൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കിടക്കുമ്പോൾ വെള്ളയും ഇട്ടിട്ട് നടന്നു വരുന്ന നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ആൾ, അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ആ വ്യക്തി സിനിമയിലേക്ക് എത്തുന്നത്? അല്ല, കണ്ടവർ ഞെട്ടി. എനിക്ക് പിന്നെ സിനിമ എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്ന കാര്യമല്ല. എൻ്റെ സ്വപ്നത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന എന്താ, അല്ല MLA ആകുന്നോ, അങ്ങനെയൊക്കെ കരുതിയിട്ടുള്ളൂ. ഇതിൻ്റെ എൻ്റെ ഒരു മേഖലയല്ല. പക്ഷെ അങ്ങനെ ഒരു നിയോഗം ഉണ്ടായപ്പോൾ അതിന് എൻ്റെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു. അത് പ്രയോജനപ്പെടുത്താൻ സംവിധായകനും പരമാവധി ശ്രമിച്ചു. അതിതൊരു ടീം വർക്കിൻ്റെ ഒരു നേട്ടമല്ലേ. നാടകത്തിലൊക്കെ ചെറുതായിട്ട് ഞാൻ ആദ്യം പോയത് എൻ്റെ കുടുംബാംഗങ്ങളെയും വൈഫിനെയും കുറേ സുഹൃത്തുക്കളെ, അതിനകത്ത് കുറേ സ്ത്രീ സുഹൃത്തുക്കളുണ്ട്. ഇൻ്റർവ്യൂ വരെ ഞാനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഈ സിനിമയിൽ എൻ്റെ റോൾ എന്താണെന്ന് ഇവർക്കറിയില്ല. അപ്പോൾ ഇവർ ഇൻ്റർവ്യൂവിൽ നമ്മൾ ചായ കുടിക്കാനങ്ങാണ്ട് പുറത്തിറങ്ങിയപ്പം വളരെ സീരിയസ് ആയിട്ട്, പണിക്കർക്ക് ഡയലോഗൊന്നും ഇല്ലേ, അവർ വലിയ വിഷമത്തോടെ ഒഴിക്കുന്നത്. ഒരു ഡയലോഗും ഇല്ലാതെ പണിക്കരെ വെറുതെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയോ എന്ന് അവർക്കൊരു വിഷമം. നമ്മുടെ ജിയോ ബേബി പറയുന്ന പോലെ നോക്കാം എന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ടു. ജീവിതത്തിൽ സാറ് കൂടുതൽ സംസാരിക്കുന്ന ആളാണ്, ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളല്ലേ. മണിക്കൂറുകളിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പണിക്കുന്ന വ്യക്തി കൂടുതൽ സംസാരിക്കുന്നത്. തങ്കന്റെ വേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ വേഷങ്ങളിൽ വന്ന് ജിയോ ബേബി സിനിമകളിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ശക്തമായൊരു കഥാപാത്രം, അതും മമ്മൂട്ടി എന്ന് പറഞ്ഞ വലിയൊരു ആക്ടർ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഇന്റിമേറ്റ് സീൻസ് ഇല്ലെങ്കിൽ പോലും നോട്ടത്തിലൂടെ, ഒരൊറ്റ നോട്ടത്തിലൂടെ അത് പാച്ചപ്പ് ചെയ്യുന്ന രീതിയിലുള്ള, എങ്ങനെയായിരുന്നു ആ ഒരു? അതെനിക്ക് നോക്കാനേ പറയുന്നുള്ളൂ, നോക്കം. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിൻ്റെ ഇന്നറൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ഇയാൾ, അത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ പ്രോസസ്സിലൂടെ സംവിധായകൻ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സംവിധായകൻ എന്നിലേക്ക് തന്നിട്ടുണ്ടത്. ആ ആൾ നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ആ നോട്ടം എത്ര തീവ്രമാവും എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എന്നോട് നോക്കാനേ പറയില്ല. ഞാൻ ഇത് നോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലൊരു നോട്ടമുണ്ട്. അതെത്ര മനോഹരമായിട്ടാണ് എന്നെ ഫേസ് ചെയ്യാൻ കഴിയാതെ, എന്താ പറയുന്നത്, ഒരു കുറ്റബോധം. ആ നോട്ടം അതും ഒരു ഭയങ്കര നോട്ടമാണ്. ഈ സിനിമയിൽ കൂടി എനിക്കൊരു റാങ്കിങ് ലഭിച്ചിട്ടുണ്ട്. അതിന് താഴോട്ടിനി പോകാൻ പറ്റില്ല. നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ സ്വീകരിക്കും. അതുപോലെ ഇപ്പം ചെയ്താൽ ഫലിക്കുമോ എന്ന് എല്ലാവർക്കും പേടിയുള്ള വളരെ വെല്ലുവിളിയുള്ളതാണല്ലോ തങ്കൻ്റെത്. അപ്പം ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, സിനിമ വന്നതിന് ശേഷം എന്തായിരുന്നു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഉള്ള ഒരു എല്ലാം കൂടി ഒത്തു വന്നു. നമ്മൾ വിചാരിക്കത്ത ലെവലിലേക്ക് സിനിമ വന്നു. അന്ന് കണ്ടപ്പോൾ ഉണ്ടായ സാധനം ഗോവയിൽ വെച്ചിട്ടാണ് സിനിമ കാണുന്നത്. അപ്പോഴും സാർ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ക്യാരക്ടറിനെ കുറേ ശ്രദ്ധിച്ചിരുന്നു, അങ്ങനെ. പക്ഷെ ടോട്ടൽ സിനിമ എന്നെ വല്ലാതെ വിളിച്ചു. അത് മമ്മൂക്കയുടെ 2 ഏരിയയിൽ അത് പ്രത്യേകിച്ച് ഞാൻ അത് വേറെ രീതിയിൽ തന്നെ വല്ലാതെ
ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കണ്ണിന് വെള്ളം ഒഴുകുകയില്ല തെറിക്കുകയും ചെയ്തു എനിക്ക് മുമ്പ് കട അച്ഛൻ അല്ല ആ സീനിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ അത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അത് വല്ലാതെ ഷോക്ക്ഡായ ഒരു നടനെന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോയി. ഒരിക്കലും ഞാൻ ഇങ്ങനെ മമ്മൂക്കയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കങ്ങനെ ഒരു പ്രതീക്ഷ എന്നുവെച്ചാൽ എനിക്കതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ടാവാം. അത് ആ സമയത്ത് ഞാൻ പറഞ്ഞ ആ വാക്ക് ഇവിടെയും പറയണം. മമ്മൂക്ക അഭിനയത്തിൽ ആളുകളെ വിസ്മയിപ്പിക്കുക എന്നെ വിഭ്രമിപ്പിച്ചു എന്നാണ് ഞാൻ അതിന് പറയുന്ന പ്രശ്നം. ഇത്തരം ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് പറയാണ്. കാരണം നമ്മുടെ സമൂഹം ഇപ്പോഴും അംഗീകരിച്ച് വരുന്നതേ ഉള്ള തരത്തിലുള്ള ക്യാരക്ടർ. അപ്പൊ അത് വീട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് അഭിനേതാവ് എന്ന നിലയിലല്ല, ക്യാരക്ടറിനോട് ഞാൻ പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മോൻ കണ്ടു മകനെ കെട്ടിപ്പിടിക്കുന്നത് രണ്ടുപേരോട് കെട്ടിപ്പിടിക്കുന്നുണ്ട് കുറേ ദിവസമായി കണ്ടിട്ട്. അപ്പം അവന് സ്കൂളിൽ പോകാൻ സമയമായിട്ടുണ്ട് അതിനായിട്ട്. അവൻ എന്നോട് ചോദിച്ചു അച്ഛൻ ഗേ ആണല്ലേ, ഞാൻ ഇവിടെ പടം കണ്ടപ്പോൾ ഞാൻ എറണാകുളമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഗേ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം മോന്? അവർ ഗേ അറിയുകയൊക്കെ ചെയ്യാം, എന്നാൽ കൂടുതലറിയാം, കൂടുതലായിട്ട് അങ്ങനെ അറിയില്ല. എന്നാൽ അച്ഛൻ വന്നിട്ട് അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇന്ന് രാത്രി പോയിട്ട് ചെയ്യേണ്ട പ്രോസസ്സ് എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റും. നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ആൾ ഭാര്യയ്ക്ക് ഏകദേശം ധാരണ കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോകും. നന്നായിട്ട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഞാൻ റിവ്യൂ വായിച്ചു, അങ്ങനെ ഒരാൾ അഭിപ്രായം വായിച്ചു. ഞാൻ ഗൂഗിളിൽ അങ്ങനെ കണ്ടപ്പോൾ കണ്ടോ ഒരാൾ സ്കൂളുകളിൽ സിനിമ കാണിക്കണം, ഈ സിനിമ കാണിക്കണം, എഡ്യൂക്കേറ്റ് ചെയ്യണം. അല്ലാതെ സൊസൈറ്റി നല്ല സിനിമ കാരണമാവുമെങ്കിൽ അത് കുട്ടികൾക്ക് അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ അല്ല അറ്റ്ലീസ്റ്റ് അവബോധം കൊടുക്കാൻ സിനിമ സഹായം നല്ലതായിരിക്കും. അത് ഈ LGBT ഗ്രൂപ്പിൽ നിന്നൊക്കെ വെളി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് അവരെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാം. അവർക്ക് തന്നെ അവരുടെ ഒരു അംബാസഡർ ആകാൻ പോവാണ്. അല്ല കുഴപ്പമില്ല, കോഴിക്കോട് തന്നെ വെച്ചെടുക്കുന്ന. അല്ല അതിനകത്ത് എന്തെങ്കിലും നമുക്ക് പിന്നെ ശ്രുതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ വലിയൊരു സോഷ്യൽ. ഞാൻ സാറേ എനിക്കൊരു അങ്ങനത്തെ ഒരു ഗേ, ഞാൻ ഗേ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് കോൾ വന്നു. ഗോവയിലുണ്ടായിരുന്ന സമയത്ത് 3:45 ഞാൻ പുലർച്ചെ 3:45 വരെ എനിക്ക് കോളായിരുന്നു. ഫോൺ ഓഫായി പോയിട്ടാണ് കോൺഫറൻസ് കോളും. അത് കൂടുതൽ പേര് ഇങ്ങനത്തെ ആൾക്കാരായിരുന്നു. ഇപ്പം അന്ന് പരിചയപ്പെട്ട കുറേ പേര് അവരൊക്കെയാണ് ഇന്ന് ഫംഗ്ഷൻ നടത്തുന്നത്. വളരെ മികച്ചൊരു സംരംഭം തന്നെയാണ്. കാരണം ഇതിലൂടെ നമ്മൾ ഒരു സമൂഹത്തിനെ കുറച്ചെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും സർക്കാരും ഒരു കുറേ നിയമ നിർമ്മാണങ്ങളൊക്കെ നടന്നിരിക്കുന്നു. അപ്പോഴാണ് എന്നെപ്പോലുള്ള പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ഈ ആളുകളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും ചെറുതായി മാറ്റം വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് കുറേ കൂടി അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ മനഃശാസ്ത്രജ്ഞൻ നമ്മുടെ CJ ജോൺ സാറൊക്കെ എഴുതിയ പോലെ സാറ് പറയുന്നത് ഇത് പലരും വിചാരിക്കുന്നത് ഇതൊരു രോഗമാണ്, ചികിത്സിച്ചാൽ മാറും, അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഇതൊരു മനോരോഗം അല്ലെന്നും ഇതൊരു മനുഷ്യന്റെ അവസ്ഥയാണ്. അത് നമ്മുടെ സിനിമയിൽ നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, പൊതു സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ആ പ്രയോഗം വെച്ചത്. അത് നന്നായി. അതുപോലെ ഇതുപോലെ ഒരുപാട് പേര് സാറ് പറഞ്ഞ പോലെ മുന്നോട്ട് വരുന്നുണ്ട്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ ഇപ്പോഴും അതിനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇവിടുന്ന് എത്തി ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട് കുറേ കാലമായിട്ട്. ഇപ്പോൾ ഒരു 10-11 ദിവസമായിട്ട് ഇതിൻ്റെ പ്രൊമോഷനായിട്ട് വർക്കൗട്ട് ഒന്നും നടക്കുക. ഞാൻ ജിമ്മിൽ പോയി. ജിം ട്രെയിനറുണ്ട്, അവൻ ആക്ച്വലി എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ ഉന്നമനം ആഗ്രഹിക്കുന്ന ഒരു കക്ഷി. അവനെ ഞാൻ രാവിലെ പറഞ്ഞു എന്താണ് ഇതിൻ്റെ ഇതാണ്. അപ്പോൾ അവനും ഇത് അല്ലാത്ത രീതിയിൽ മാറില്ല ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. അല്ല അവൻ ഇത് വേറൊരു രീതിയിൽ ഇതിനെ ദുരുപയോഗം ചെയ്യില്ല, അങ്ങനെയല്ല എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഈ സിനിമ മുന്നോട്ട് വെച്ച വിഷയം ചർച്ച ചെയ്യപ്പെടും, പഠനങ്ങൾ നടക്കും. സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇൻ്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞു, സാർ ഇതിന് ശേഷം ഇതൊരു ഓപ്പൺ ഫോറം പോലെ വെക്കാൻ പോവാണ്. അതെ, അതിന്റെ മൊത്തം ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് മൊത്തത്തിൽ അതന്നെ ഭയങ്കര രസമായിരുന്നു. സെറ്റ് ഭയങ്കര, അതാണ് ആ റിസൾട്ടാണ് സിനിമയ്ക്ക് ഉണ്ടായിട്ട്. ക്യാപ്റ്റൻ എന്ന സ്ഥാനത്ത് നിൽക്കല്ല, ക്യാപ്റ്റൻ ആണല്ലോ സംവിധായകൻ, പക്ഷെ പുള്ളി എന്താ ഇങ്ങനെ നിൽക്കുമ്പോൾ. നിങ്ങൾ ഒരുപാട് ഡയറക്ടർമാരെ കണ്ടേ, ഞാൻ ജീവിതത്തിൽ ഒരു ഡയറക്ടറെ കണ്ടിട്ടില്ല. ഈ സിനിമയിലെ ഡയറക്ടർമാരെ കണ്ട, സിനിമയ്ക്കുള്ളിലെ സിനിമ കാണിക്കുമ്പോൾ അത് തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ഓടി നടന്ന് കട്ട് എന്നൊക്കെ പറയുന്ന ഒരാളിനെയാണ് എൻ്റെ മനസ്സിലുള്ള സംവിധായകൻ. ജിയോ ബേബി സാധാരണ മുണ്ടൊക്കെ മടക്കി കുത്തി 3/4 എന്നൊക്കെ ഇട്ട് ഞാൻ നടക്കും. കട്ടെന്നുള്ളൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. ഇടയ്ക്ക് ആ സീൻ കഴിഞ്ഞ് എന്തെങ്കിലും ന്യൂനതയോ ഒരു അപാകതയോ ഉണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ അടുത്ത് വേണം നമുക്കത് ഒന്നുകൂടെ നോക്കിയാലോ, അതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് തെളിയുന്ന നമ്മളെ അങ്ങോട്ട് കോൺഫിഡൻസിലെടുത്ത് എല്ലാവരെയും, ഇപ്പം എന്നെ മാത്രം എല്ലാവരോടും അദ്ദേഹം അങ്ങനെ. ഇപ്പോൾ ക്യാരക്ടർ തങ്കൻ എന്നുള്ള കഥാപാത്രം ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. വ്യക്തി ജീവിതത്തിൽ സുധി എങ്ങനെയാണ്? ഇമോഷണലാണ്. എന്നാൽ ഭയങ്കര ഹൈലി സെൻസിറ്റിവിറ്റി ഉള്ള ഒരു കക്ഷിയാണ്. കരയും, ഓവർ ടോക്കറ്റീവ് ആണ്.
കരച്ചിലൊക്കെ ഞാൻ ഈ രീതിയിലേക്ക് കുറഞ്ഞു തുടങ്ങിയതാണ്. ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ മൂപ്പരുടെ കഥ പറഞ്ഞപ്പോൾ കരഞ്ഞു, നന്നായിട്ട് കരഞ്ഞു. അതല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റ്, ഇതിനു വേണ്ടിയുള്ള സ്ട്രഗിള്, ഈ സിനിമയിലേക്ക് എത്താൻ, അഭിനയത്തിന് ഒരു അവസരങ്ങൾ കിട്ടാൻ. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ സിനിമയുടെ പുറകെ നടന്നിട്ടുണ്ട്, കുറേ ഇതായിട്ടുണ്ട്. 43ാമത്തെ പടം എന്ന് പറഞ്ഞല്ലോ, കുറേ പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. പലരും മണിക്കത്തിൽ നിന്ന് കട്ടായി പോയിട്ട് അത് മമ്മൂക്കോടെ ഒത്തുള്ള പറഞ്ഞത്. പിന്നെ ഞാൻ മറ്റൊരു സാധനം ഇന്ന് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞ, സുധികേട്ടൻ ഓർമ്മ ഉണ്ടോ? എൻ്റെ സുഹൃത്ത്, ഞങ്ങൾ പാലേരി മണിക്കത്തിലെ സുഹൃത്താണ്. സുധികേട്ടൻ ഡ്രൈവിംഗ് അറിഞ്ഞുകൊണ്ടാണ്ട് സത്യാന്തിക്കാട് സാറിൻ്റെ പടത്തുനിന്ന് കോസ്റ്റ്യൂം അഴിച്ചു വെച്ച് ഇറങ്ങി പോകുന്ന ഓർമ്മയുണ്ടോ? സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തൊരു വേദന. അതേ ഡ്രൈവിംഗ്, അത് ഞാൻ ഷോട്ട് എടുക്കാൻ പോകുന്നു. ശ്രീവാലേശിയാണ് അസോസിയേറ്റ്, ജയറാം സാറെ മറ്റേ പടമാണ് കഥ തുടരുന്നു മണ്ണൂടാണ്. അപ്പോൾ ഞാൻ ഒരു ഡ്രൈവറായിട്ടൊരു ചെറിയ സീൻ, ജീപ്പ് എടുക്കില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, തീരെ എടുക്കില്ല. ഞാൻ കാറ് ജസ്റ്റ് ഒക്കെ എടുക്കും, ജീപ്പ് എനിക്ക് അത്ര വശമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി പേടൊക്കെ പിടിച്ചു ആകെ അശം കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? പ്രശ്നമായി. മെല്ലെ പറഞ്ഞു തന്നു. അപ്പോൾ വേണു സാറ് ക്യാമറ ക്രെയിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ജീപ്പ് വന്നിട്ട് ഷോട്ട് എടുത്തിട്ട് ഇറങ്ങുന്ന വേറെ ഷോട്ട് എടുത്താൽ മതി പോരാന്ന് പറഞ്ഞു. അപ്പം ഒറ്റയടിക്ക് എടുക്കണം. അപ്പം ഞാൻ മെല്ലെ അടിച്ചു വെച്ചു. അന്ന് ഞാൻ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നതുണ്ടായിരുന്നു. അങ്ങനെ പോരേണ്ടി വന്ന ഞാനിതാ ഒരു സിനിമയിൽ ഡ്രൈവറായിട്ട്, ഡ്രൈവറുമല്ല ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളായിട്ട്, കുറെ ആൾക്കാർ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളായിട്ട് ചെയ്യുന്നു. ഇനിയിപ്പം അടുത്ത സിനിമകൾ ഏതെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? കമ്മിറ്റി ആരെങ്കിലും വിളിക്കണ്ടേ? ഇതുവരെ വിളിച്ചില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ. സുധിക്ക് വിളികൾ ധാരാളം ഇനി വരും. നിങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ പറയുന്നു അങ്ങനെ, നിങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ഈ സിനിമയോടുകൂടി, ഒരു സംശയം വേണ്ട. കാരണം ഒരുപാട് ആരാധകര് കുറെ പേര് റിക്വസ്റ്റ് അയക്കുന്നു, എനിക്ക് റിസീവ് ചെയ്യണമെങ്കിലും കുറച്ച് പേരെ ഡിലീറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? അത് കുറച്ച് പേരെ ഡിലീറ്റ് ചെയ്യുമ്പോ അത് ഞാൻ നടനായപ്പോ അല്ല നടനായത് കൊണ്ട് അവർ ഒഴിവാക്കണം. അയാളിപ്പോ സിനിമക്കാരെ മാത്രമേ അത് തുടങ്ങുന്ന ഞാൻ ഇപ്പൊ പേജ് ഇന്ന് തുടങ്ങി. എനിക്ക് അറിയില്ല, അങ്ങനെ ഞാൻ പേജ് അങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഇന്നിപ്പം ചെയ്തു തന്നിട്ടുണ്ട്, പേജ് തുടങ്ങിയിട്ടുണ്ട്. പൊതുപ്രവർത്തനമുണ്ട്. അതിൽ നിന്നും അങ്ങനെ വിട്ടുപോകാൻ പറ്റില്ല. കാരണം എൻ്റെ ബേസ് അതാണ്, പിന്നെ എൻ്റെ സൗഹൃദങ്ങൾ അതാണ്, എൻ്റെ സ്ട്രെങ്ത് അതാണ്. നേരത്തെ അഭിനയം തുടങ്ങുകയായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചോദ്യം. നേരത്തെ അഭിനയം തുടങ്ങിയായിരുന്നെങ്കിൽ പൊളിറ്റിക്സിൽ ഞാൻ പുറകോട്ട് പോകേണ്ടി വരുമായിരുന്നു. അപ്പം നമ്മളെ വേറൊരു ചാനലിലേക്ക് വിടും. ഇത് കൃത്യമായൊരു സമയത്താണ് വന്നു, എല്ലാം കൃത്യമായ സമയത്ത് തന്നെയാണ്. ഈ പണ്ട് മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക്. വീട്ടില് ആരൊക്കെയാണ്? ഭാര്യ, 2 ആൺകുട്ടികൾ, 7ാം ക്ലാസ്സിൽ മൂത്തമ്മ, മറ്റവൻ UKG പഠിക്കുന്നു. അച്ഛൻ, അമ്മ മരിച്ചു. ഞങ്ങൾ ഇത്ര പേരുള്ളൂ. സഹോദരി സഹോദരങ്ങൾ ഇല്ല, കുറെ കസിൻസ് ഉണ്ട്. ഒറ്റ മകനാണ്. ഒലയ്ക്കൊണ്ട് തല്ലണം എന്ന് പറയാം. തല്ലിയിട്ടും കാര്യമില്ല, നാടകക്കാരനാവും, അല്ലെങ്കിൽ അച്ഛനങ്ങ് നിർത്തിക്കളും. അതുകൊണ്ട് ഇപ്പം വളരെ സന്തോഷം തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞു? അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഡിമെൻഷ്യയാണ്. ഇപ്പൊ കൂടുതൽ നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ, വളരെ നല്ല മികച്ച വേഷങ്ങൾ കിട്ടട്ടെ, ഞങ്ങൾ പ്രേക്ഷകർക്ക് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്.